അസ്സലാമലൈക്കും കുഞ്ഞുങ്ങളെ. ഒരു മനുഷ്യന് തൻ്റെ വരുമാനം തുറന്ന് കിട്ടാനായിട്ട് ഈ പറയുന്ന അമൽ ആത്മാർത്ഥതയോടെ ചെയ്താൽ മതി. അതായത് ഒരാൾ ഞായറാഴ്ച ദിവസം ശ്രദ്ധിക്കണം, ഞായറാഴ്ച ദിവസം തന്നെയാണ് വേണ്ടത്. പകലിൽ ളുഹ നിസ്കരിക്കുക, അല്ലെങ്കിൽ ളുഹർ നിസ്കരിക്കുക, കിബിലക്ക് മുന്നിട്ടിട്ട് ഇരിക്കുക, നിസ്കരിച്ചതിന് ശേഷം അങ്ങനെ തന്നെ ഇരിക്കുക. അപ്പം ഞായറാഴ്ചയാണ്, അപ്പം നേരത്തെ പണിയൊക്കെ തീർത്ത് ഇന്ന് ലീവാണെന്ന് പറഞ്ഞിട്ട് റെസ്റ്റ് ഒന്നും എടുക്കരുത്. റെസ്റ്റ് എടുക്കാൻ റെസ്റ്റ് എടുത്തോ, പക്ഷേ ഇത് ചെയ്യും. എന്നിട്ട് ഇത് വലിയ അറിവുള്ള ഒരു ഉസ്താദിൻ്റെ അടുത്തുനിന്ന് കിട്ടിയ അറിവാണ്. അപ്പം ളുഹ അല്ലെങ്കിൽ ളുഹർ നിസ്കരിച്ചിട്ട് 313 വട്ടം ബിസ്മി, 313 വട്ടം ബിസ്മി. അതായത് 313 എന്ന് പറഞ്ഞ നമ്പറിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. അംബിയാ മുർസലുകളുടെ എണ്ണമാണ് 313. ആ 313 ബിസ്മി ആത്മാർത്ഥമായിട്ട് നമ്മൾ അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ചൊല്ലണം. ആ ബിസ്മിയുടെ അർത്ഥം ഉൾക്കൊണ്ടുകൊണ്ട് അള്ളാഹുവിനെ ഓർത്തിട്ട് ചൊല്ലുക. എന്നിട്ട് 100 തവണ സ്വലാത്ത്, അതായത് ചെറിയ സ്വലാത്തല്ല, കുറച്ച് ദീർഘമായ സ്വലാത്ത്, സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ നാരിയ, സ്വലാത്തുൽ ആളം, സ്വലാത്തുൽ ഇബ്രാഹിമിയ, ഏത് സ്വലാത്താണെങ്കിലും ചൊല്ലാം. ആ സ്വലാത്ത് 100 വട്ടം ഒരു ഇത്തിരി ലെങ്തായിട്ടുള്ള ഒരു സ്വലാത്ത് ചൊല്ലണം മക്കൾ. ഈ സ്വലാത്ത് ചൊല്ലുമ്പോഴും ആത്മാർത്ഥമായിട്ട് തന്നെ ചൊല്ലണം. നമ്മുടെ റസൂലുള്ളാഹിനെ ആ കുബ്ബ, പച്ച കുബ്ബ മനസ്സിലോർത്തിട്ട്, അല്ലെങ്കിൽ ആ മസ്ജിദ് നബവിയുടെ ഉള്ളിൽ നമ്മൾ ഇരുന്നിട്ട് നമ്മൾ ആ റൗള ഷരീഫിൻ്റെ നേരെ തിരിഞ്ഞിരുന്ന് നമ്മൾ സ്വലാത്ത് ചൊല്ലണതായിട്ട്, റസൂലുള്ളാഹിയുടെ അടുത്ത് നമ്മൾ നിൽക്കണതായിട്ട്, റസൂലുള്ളാഹിനോട് അത്രയും മുഹബ്ബത്ത് വെച്ചിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലണം. അപ്പോഴാണ് അതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കുന്നത് ശരിക്കും. എന്നിട്ട് ഈ സ്വലാത്ത് ചൊല്ലിയതിന് ശേഷം ദുആ ചെയ്യാം. എൻ്റെ വരുമാനം തുറന്ന് കിട്ടണില്ല അല്ലാ, വരുമാനം തുറന്ന് തരണേ അല്ലാ, വരുമാനം തുറന്ന് തരണേ അല്ലാ, വരുമാനം എനിക്ക് തുറന്ന് തരണേ അല്ലാന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യാം. ഞായറാഴ്ച പകലിൽ ളുഹ അല്ലെങ്കിൽ ളുഹർ അല്ലെങ്കിൽ അസർ, പക്ഷേ ഏറ്റവും അഫ്ളൽ ളുഹ അല്ലെങ്കിൽ ളുഹറാണ്. ഇനിയിപ്പോൾ ആ സമയത്ത് പറ്റില്ല, എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷന് പോയി, എവിടെയെങ്കിലും എല്ലാം പോയി, ഞായറാഴ്ച അല്ലേ അങ്ങനെയൊക്കെ പോയി, അല്ലെങ്കിൽ അതിന് മുമ്പ് ഫംഗ്ഷനൊക്കെ പോണതിന് മുമ്പ് നമുക്ക് ചെയ്തിട്ട് പോകാമല്ലോ. ളുഹായുടെ സമയം എന്ന് പറയുന്നത് സൂര്യൻ ഉദിച്ച് 20 മിനിറ്റ് കഴിഞ്ഞ് അത് തൊട്ട് ളുഹായുടെ സമയമായി. അപ്പോൾ നമുക്ക് ചെയ്തിട്ട് പോവാം. ഇനിയിപ്പോൾ ഒന്നും പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അസറിന് ചെയ്യാം, പക്ഷേ ഏറ്റവും അഫ്ളൽ ളുഹായുടെ ടൈം അല്ലെങ്കിൽ ളുഹറിൻ്റെ ടൈമിലാണ്. അങ്ങനെ ഇത് എല്ലാ ഞായറാഴ്ച ആവർത്തിക്കുക. അതായത് 3 ഞായറാഴ്ച ഇത് ചെയ്യണം. ഇൻഷാ അല്ലാഹ് വരുമാനം തുറന്ന് കിട്ടും. ഇൻഷാ അല്ലാഹ് വരുമാനം തുറന്ന് കിട്ടും, ഉറപ്പായിട്ടും തുറന്ന് കിട്ടും. വരുമാനം തുറന്ന് കിട്ടിയാലും നമ്മൾ ചെയ്യുക. ഞായറാഴ്ച മാത്രം ചെയ്യേണ്ട അമലാണ്. ഞായറാഴ്ചക്ക് ഇത് നല്ല കുറേ പ്രത്യേകതകളുണ്ട്. അതായത് ആകാശഗോളത്തിൻ്റെ പണി അള്ളാഹു ആരംഭിച്ചത് ഞായറാഴ്ചയാണ്. അതാണ് അതിന് യൗമുൽ അഹദ് എന്ന് പേര് വന്നത്. ഇങ്ങനെ ചെയ്താൽ വഖഫുൽ ഹാൽ ഇല്ലാണ്ടാകും. എന്താ വഖഫുൽ ഹാൽ? വഖഫുൽ ഹാൽ എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കണ അവസ്ഥ, ദാരിദ്ര്യം, വരുമാനമൊന്നുമില്ല, ആരെങ്കിലും സഹായിച്ച് ജീവിക്കണ അവസ്ഥ, മക്കളുടെ ഫീസ് കൊടുക്കാൻ കാശില്ല, വേറെ എന്തെങ്കിലും കഴിച്ചിട്ട് ഇങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കുക, വേറെ നമുക്ക് ആഗ്രഹിക്കണം ഒന്നും ചെയ്യാൻ പറ്റണില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അങ്ങനത്തെ അവസ്ഥയിൽ നിന്നൊക്കെ ഒരു മാറ്റം ഉണ്ടാവാനായിട്ട് നമ്മളിത് ചെയ്യുക, ഉറപ്പായിട്ട് മാറ്റം ഉണ്ടാകും.